അങ്ങനെ JDUവിൽ ഒറ്റയ്ക്കൊരു തീരുമാനം നിതീഷിന് മാത്രമായി എടുക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് കൂടെ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന MP-മാരെയും MLA-മാരെയും കാണേണ്ടി വരുമോ? ആ പണിയും JDUവിനകത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാകുമോ BJPയുടെ കേന്ദ്ര നേതൃത്വം എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചത്ര ഒട്ടും ശുഭകരമല്ല. കാരണം മാജിക് നമ്പർ നമ്മൾ പറയില്ലേ, മാന്ത്രിക സംഖ്യ, അധികാരത്തിന്റെ സംഖ്യ, അതിനെ മറികടന്നു കഴിഞ്ഞിരിക്കുന്നു NDA. അതിൽ നിന്ന് അവരെ വലിച്ച് താഴേക്കിടണം ഇനിയൊരു സാധ്യത വരണമെങ്കിൽ. പതിയെ ഇവർക്കൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. 92ലേക്ക് അവർ ഉയർന്നു, 100 പോലും എത്തിയിട്ടില്ല. അപ്പോൾ 100-ലൊക്കെ കടന്നാൽ മാത്രമാണ് ഈ BJPയെ വലിക്കാൻ കഴിയുക. ഇവർ 100-ലേക്ക് എത്തുമ്പോഴേ 93-ലേക്ക് എത്തിയിട്ടുണ്ട്. 93+7 BJPക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്ന കക്ഷികൾക്ക് 100 സീറ്റിലേക്ക് കൂട്ടിയാൽ എത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പുറത്തുള്ള അതേഴ്സിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ജനസ്വരാജ് പാർട്ടിയൊക്കെ എന്ത് നിലപാടെടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ്. പക്ഷെ അത് BJP വിരുദ്ധ പാർട്ടിയാണെന്നൊക്കെ അവകാശപ്പെടുന്ന പാർട്ടിയുമാണ്. പക്ഷെ 93-ലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധൻ ഉള്ളത്. പക്ഷെ അപ്പുറത്ത് 138-ലേക്ക് ഒന്ന് എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 243-ൽ 238 സീറ്റിലെയും ഫലസൂചന പുറത്തു വന്നിരിക്കും. ഈ 5 സീറ്റിലെ ഫലസൂചന മാത്രമേ പുറത്തു വരാനുള്ളൂ. ആ 5 സീറ്റും എതിരായാൽ പോലും NDAക്ക് ഇനി ഒന്നും പറ്റാനില്ല എന്നാണ് കാണേണ്ട കാര്യം. ഇനി വരാൻ പോകുന്ന സീറ്റിലെ ഫലസൂചന മൊത്തം എതിരായാൽ പോലും NDAക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം 138 133 ആകുന്നതേ ഉള്ളൂ. 133 വേണ്ട, 123 മതി ഭരിക്കാൻ. അപ്പോൾ NDA സഖ്യം അധികാരത്തിന്റെ സാധ്യതയെ ആദ്യ 1 മണിക്കൂറിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ്, കയറിവരവ്, മറിച്ചിടൽ ഇന്ത്യ സഖ്യത്തിന് മഹാഗഡ്ബന്ധന് സാധ്യമല്ല എന്ന് വിചാരിക്കാൻ കഴിയുന്ന പ്രതലമുണ്ട്. ധനസുമോദയ അങ്ങനെ തന്നെ വിചാരിക്കണോ ഇനി ഒരു വരവില്ല എന്ന്? ഇപ്പോൾ നമുക്ക് പ്രധാനമായും ഒരു 4 പ്രദേശങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിഥിലാഞ്ചൽ, കിഴക്കൻ ബീഹാർ, മഗധ്, ഭോജ്പൂർ, സീമാഞ്ചൽ എന്ന ഏരിയകളിലാണ് നമുക്ക് ഈ കേരളത്തിന് തന്നെ നമുക്ക് തിരുവിതാംകൂർ, മലബാർ, കൊച്ചി എന്നൊക്കെ തിരിക്കുന്നത് പോലെ അവിടെ തിരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഫലം ലഭ്യമായിരിക്കുന്നത് ഇപ്പം മിഥിലാഞ്ചൽ, സീമാഞ്ചൽ, മഗധ്, ഭോജ്പൂർ എന്ന ഏരിയകളിലാണ്. ഇവിടെ മഗധിൽ ഇപ്പോൾ പോരാട്ടം ഒപ്പത്തിനൊപ്പം എന്ന തലത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ റിസൾട്ട് വരാനുണ്ട്. പക്ഷേ അപ്പോൾ പോലും കിഴക്കൻ ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ ഇതുവരെ മറ്റു മേഖലയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ വേഗത്തിൽ കിഴക്കൻ ബീഹാറിൽ നിന്ന് കിട്ടുന്നില്ല. കിഴക്കൻ ബീഹാറിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ നിതീഷ് കുമാർ 1 സീറ്റിലും RJD 1 സീറ്റിലുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ആ തരത്തിലുള്ളൊരു കണക്കല്ല ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൂർവ്വ ബീഹാറിലെ, കിഴക്കൻ ബീഹാറിലെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ളൊരു അന്തിമമായ ഒരു ലീഡ് നില എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ മഗധ് ഭോജ്പൂർ ഏരിയയിൽ വലിയ തരത്തിലുള്ള ഒരു ലീഡ് JDUവിനും BJPക്കും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെ ഒരു ഒപ്പത്തിനൊപ്പം പിടിക്കാനായിട്ട് RJDക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് വരുന്ന ഒരു അരമണിക്കൂർ ഏറെ നിർണായകമാണ്. അതിനു മുമ്പ് ഒരു വിധിയെഴുത്ത് പൂർണ്ണമായും നമുക്ക് കഴിയില്ല. പൂർവ്വ ബീഹാറിലെ, കിഴക്കൻ ബീഹാറിലെ റിസൾട്ട് പുറത്തു വരുന്നതോടുകൂടി നമുക്ക് കാര്യങ്ങളുടെ ഒരു ഗതി ഏകദേശം കൃത്യമായി പിടികിട്ടും. ശരി, എന്തായാലും ബീഹാറിലെയും 243-ൽ 239 സീറ്റുകളിലെയും ഫലസൂചന പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. 4 സീറ്റുകളിലെ ഫലസൂചന മാത്രമാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത് എന്ന് കാണുക. ആ 4 സീറ്റിലും കൂടി ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യം പിടിച്ചാലും BJPക്ക് വലിയ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം BJP 139 സീറ്റുമായി 123 എന്ന് പറയുന്ന മാജിക് നമ്പറിനെ മറികടന്ന് 139-ൽ സ്പർശിച്ചു കഴിഞ്ഞിരിക്കുന്നു NDA. ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറേ അധികം സമയമായി നിലനിർത്താൻ കഴിയുന്ന അവർക്ക് ഈ ലീഡ് നില തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന് അവരുടെ ഗ്രോത്ത് വേഗത്തിലാക്കാനോ ആ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനോ കഴിയുന്നില്ല. 93-ൽ അങ്ങനെ നിൽക്കുകയാണ്, താഴേക്ക് പോകുന്നില്ല എന്ന് മാത്രം. അപ്പോൾ NDA എന്താണോ അവരുടെ വിജയത്തിൽ സംഭവിക്കുമെന്ന് പ്രഖ്യാപിച്ചത്, ആ പ്രഖ്യാപനം അതേപോലെ നടക്കുന്നത് നമ്മൾ കാണുകയാണ്. 239 സീറ്റിലെ ഫലസൂചനയും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ള 4 സീറ്റിലെ ഫലസൂചനകൾ മാത്രമാണ്. അതുകൂടി പുറത്തു വരുമ്പോൾ എന്തായാലും അതിലിപ്പോൾ ആ 4 സീറ്റിലെ ഫലസൂചന ഇനി ഫാക്ടറല്ല എന്നാണ് കാണേണ്ട കാര്യമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് നിർഭാഗ്യകരമായ, നിരാശാജനകമായ, സന്തോഷരഹിതമായ സന്ദർഭത്തിലൂടെ അവർ കടന്നു പോകുന്നു. നിതീഷ് കുമാറിനെയും മോദിയെയും സംബന്ധിച്ച് സന്തോഷഭരിതമായിട്ടുള്ള നിമിഷമാണ് ഇത്. അവർ പ്രഖ്യാപിച്ചത് എന്താണോ, അവരാഗ്രഹിച്ചതെന്താണോ അത് നടക്കുന്ന കാഴ്ചയാണ്. അർജുൻ സേ, ഏറെക്കുറെ തുല്യമായ സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസ് കേവലം 10 സീറ്റിലോ മറ്റുമാണ് മുന്നേറുന്നത് ലീഡ് നില. അതായത് വോട്ട് ചോരി എന്ന ആരോപണം ഏറ്റവും ശക്തമായി ഉയർത്തിയ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ ബീഹാർ ജനത തള്ളിക്കളഞ്ഞു എന്ന ഒരു രാഷ്ട്രീയ നറേറ്റീവ് സൃഷ്ടിക്കാൻ BJPക്ക് കഴിയുന്നതാണ് നിലവിലെ ഫലസൂചന നിഷാദ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവിടെ വോട്ട് ചോരി എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് അധികാര യാത്ര നടത്തുന്നത് RJDയും രാഹുൽ ഗാന്ധിയും കൂടെയാണ്.
ഈ വോട്ട് ചോരിയുടെ പ്രോസസ്സ് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിന്റെ ഒരു നില എന്താണ് ബീഹാറിലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ അവർ മഹാഗഡ്ബന്ധനിൽ 71 സീറ്റ് മേടിച്ചിട്ട് അവർക്ക് പത്തറ്റിക്കായ പെർഫോമൻസ് മാത്രമേ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വോട്ട് ചോരിക്ക് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ബേസ് പ്രശ്നം അവിടെ ഉണ്ട്. നമ്മൾ കണ്ടതാണല്ലോ. ഈ തവണ തന്നെ കോൺഗ്രസിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അങ്ങേറ്റം മോശമായിട്ടുള്ള തമ്മിലടിയുടെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസിന് വോട്ട് ചോരി രാഹുൽ ഗാന്ധി ഉന്നയിച്ചുവെങ്കിലും ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കുക, ആ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന മെക്കാനിസം ഉണ്ടാക്കുക, വോട്ട് ചോരി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുക, കോൺഗ്രസ് ഒരു സംഘടനാ ശരീരം എന്ന നിലയ്ക്ക് അങ്ങേയറ്റം തകർന്ന് തരിപ്പണമായ ഒന്നാണ്. രാഹുൽ ഗാന്ധി തേജസ്വിയുടെ കൂടെ കാറിൽ പോയത് കൊണ്ട് അവർക്ക് ആ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. RJD ആണല്ലോ സത്യത്തിൽ വോട്ട് അധികാര യാത്ര നടത്തിക്കൊടുത്തത്. അവരുള്ളത് കൊണ്ടാണല്ലോ ആളുകൾ തെരുവുകളിൽ കൂടിയത്. അവരാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. കോൺഗ്രസിന് അവിടെ സംഘടനയില്ല. ആകെയുള്ളത് അധികാരമോഹികളായ, സീറ്റ് മോഹികളായ, തമ്മിലടിക്കാരായിട്ടുള്ള നേതാക്കൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.